മഴ പെയ്ത് പെരയിൽ ഇങ്ങനെ വെറുതെ ഒത്ത കുത്തിരിക്കുമ്പോഴേ എന്തെങ്കിലും ഒരു പിത്തന പണി എടുക്കാനൊരു മുട്ടരാട്ടോ. അങ്ങനെ പെരയിൽ എന്നോ കൊണ്ടുവന്ന് വെച്ചാൽ കുറച്ച് ഉയർന്നുണ്ടായിട്ടോ. അത് നേരം വെളുത്താട്ട് തന്നെ നീച്ച് വെള്ളത്തിൽ ഇട്ടിട്ടോ. വൈകുന്നേരം 4 മണിയാകുമ്പോൾ ചായക്കടി ഉണ്ടാക്കാന്ന് വിചാരിച്ചാട്ട് അങ്ങനെ വൈകുന്നേരം ഉറക്കത്ത് നീച്ചാട്ട് പിന്നെ അതിക്ക് വേണ്ടി ഓരോ സാധനങ്ങളും സെറ്റാക്കലെടുത്തിട്ടോ. പച്ചോളിൻ്റെ ഒക്കെ ഒരു ബെൽപ്പും തടി നോക്കിയാണ് പച്ചോളും കരിയേപ്പിൻ്റെ ഇലയും അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ എടുത്താട്ട് അതിക്ക് ഇടണം കേട്ടോ. നമ്മൾ കുറേ നേരം വെള്ളത്തിട്ട് ചുയുന്നില്ലേ, അത് നല്ലോണം തേച്ചൊക്കെ ഇങ്ങോട്ട് എടുക്കുക കേട്ടോ. അങ്ങോട്ട് മിക്സി കൊണ്ടുപോയിട്ട് അരക്കുക കേട്ടോ. മാണെങ്കിൽ ഒരു നുള്ളു വെള്ളം ആക്കിയോളിട്ടോ. കരിയേപ്പിൻ്റെ ഇലയൊക്കെ ഞാൻ ഇതേപോലെ പിച്ചിട്ടിട്ടോ. പച്ചോളം ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുത്തി ഇട്ടിട്ടോ. അങ്ങോട്ട് ചേക്ക് നല്ലോണം കുഴച്ചെടുത്തിട്ടോ. നമ്മൾ എരിഞ്ഞ ചുള്ളി ഇട്ടാട്ട് ചേക്ക് നല്ലോണം കുഴച്ചിട്ടോ. ചെറിയുള്ളി ഇടുന്നോലും ഉണ്ട്, വലിയുള്ളി ഇടുന്നോലും ഉണ്ട് കേട്ടോ. ഞാൻ വലിയുള്ളിയാണ് ഇട്ടത്. അങ്ങനെ നമ്മളെ മസാല റെഡി ആയിട്ടോ. ഞാൻ അടുപ്പത്തുള്ള പണിയാണ് കേട്ടോ. അടുപ്പത്ത് എൻ്റെ കഞ്ഞിൻ്റെ വെള്ളം കൊടുക്കണ്ടായി കേട്ടോ. അത് നേരെ ഇപ്പുറത്തെ തീമൊക്കെ വെച്ചാട്ട് നമ്മളെ ചീഞ്ചട്ടിയമേ കയറ്റി വെച്ചിട്ടോ. ഇനിയിപ്പോൾ തിരിച്ചെത്തിച്ചാണ് കേട്ടോ. എൻ്റെ അവിടെ ഗ്യാസ് ഇല്ലേന്ന് കുറേ ആൾക്കാർ എന്നോട് വന്നിട്ട് ഇപ്പോഴും ചോദിച്ചോലുണ്ട് കേട്ടോ. ഓലോണ്ട് ഞാൻ ഒന്നുകൂടി പറയുകയാണ്, എൻ്റെ അവിടെ ഗ്യാസും കറണ്ട് അടുപ്പും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനത്തേനൊന്നും ഒരു കുറവും ഇല്ല. പക്ഷേ എനിക്ക് അടുപ്പത്ത് ഉണ്ടാക്കണ ഇഷ്ടമാണ് കേട്ടോ. അടുപ്പത്തുനിന്ന് വെച്ചുണ്ടാക്കിയാലും ഗ്യാസുമെന്ന് വെച്ചുണ്ടാക്കിയാലും ഒക്കെ നമുക്ക് തിന്നാൽ പോരെ. ഗ്യാസ് അടുപ്പും ഇവിടെ എടുക്കലൊക്കെ ഉണ്ട് കേട്ടോ. അത് പിന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഈ അടുപ്പത്ത് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അത് രസമല്ലേ. ചീഞ്ചട്ടി അടുപ്പത്ത് ചൂടായപ്പോൾ കുറച്ച് എണ്ണ പാർന്നെടുത്തിട്ടോ. എണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ ഇന്നവടൻ്റെ ആ മാവില്ലേ, അത് ഇതേപോലെ ഒരു ബസ്സിക്കാക്കിയിട്ട് ബസ്സിൽ നിന്ന് ഇടാമെന്ന് വിചാരിച്ചു നോക്കിട്ടോ. പക്ഷേ അത് കൊളായി, അതിക്ക് വീകില്ല കേട്ടോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് താത്ത പറഞ്ഞ് ചട്ടകത്തിൻ്റെ ബാക്കിലാക്കി വെച്ച് നോക്കുന്ന കൊയിഞ്ഞാടാൻ മതി അറിഞ്ഞിട്ടോ. അങ്ങനെ ചട്ടകത്തിൻ്റെ മൂട്ടിലാക്കിയിട്ട് ഇതേപോലെ പരത്തി വെച്ചെടുത്തിട്ടോ. പക്ഷേ അതിക്ക് എത്രയായിട്ടും കൊയിഞ്ഞാടില്ല കേട്ടോ. അതിലൊരു മാഞ്ഞാളം കൊഞ്ച് ഏബലും ഇങ്ങോട്ട് ഒട്ടി പിടിച്ച് നിൽക്കുക കേട്ടോ. അതിമേ കടന്ന് കരിയാന്നല്ലാതെ നമ്മളെ സംഗതി നടക്കില്ല കേട്ടോ. അട്ടൻ്റെ മാതിരി കേട്ടോ. എത്ര ആയിട്ടും ഇങ്ങോട്ട് കൊയിഞ്ഞാടില്ല. അങ്ങനെ ഞാൻ ഒടുവിന് ഒരു സ്പൂൺ എടുത്താട്ട് ഇതാച്ചേക്ക് കുത്തി ചീച്ചേക്ക് ഇട്ടെടുത്തിട്ടോ. കുറച്ച് കരിഞ്ഞാലും മണ്ടിലേക്ക് കൊയിഞ്ഞാടിയിട്ട് ഏതായിട്ടും. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ 10 നിലയിൽ പൊട്ടിയായിട്ട് തുടങ്ങിയാണ് കേട്ടോ. പ്ലാൻ എയും പ്ലാൻ ബിയും പൊട്ടിയ സ്ഥിതിക്ക് ഞാൻ പിന്നെ വിചാരിച്ചിട്ടോ പ്ലാൻ സി എടുക്കാമെന്ന്. അത് ചേക്ക് കജ്ജമലാക്കിയാട്ടെ ഇട്ടാക്കാൻ വിചാരിച്ചിട്ട്. പക്ഷേ അത് അതിലേറെ വലിയ പൊട്ടലായി നട്ട് വെച്ച് തോന്നണേ. കജ്ജമലാക്കിയപ്പോൾ കജ്ജമലൊക്കെ ഒരു ഒട്ടി പിടിച്ചിട്ടോ. മാവിൽ കുറച്ച് വെള്ളം എറിയണോന്നൊരു ഡൗട്ടില്ലായില്ല കേട്ടോ. പക്ഷേ നമ്മളടുത്ത് പിന്നെയും കുറേ പ്ലാൻ ഉള്ളതുകൊണ്ട് ഞാൻ ആ പച്ച ബസ് തന്നെ എടുത്തിട്ടോ. ആ പച്ച ബസ്സിൽ കുറച്ച് എണ്ണ തേച്ചെടുത്തിട്ടോ. എണ്ണ തേച്ചാട്ട് ഇങ്ങോട്ട് അയക്കാക്കിയാട്ട് ചേക്ക് തോളട്ടെടുത്താട്ട് അയക്ക് കൊഴിച്ചടിച്ചിട്ടോ. ഇപ്പം കൊയിഞ്ഞാടിട്ടോ. അങ്ങനെ നമുക്ക് ഊറ്റായിട്ടോ. ആദ്യത്തെ തന്നെ കൊയിഞ്ഞാടിയല്ലോ അൽഹംദുലില്ലാ. കുറേ പെട്ടെന്ന് തോറ്റ ചാർച്ച് വേറെ നിർത്തി പോലല്ല കേട്ടോ. നമ്മൾ പിന്നെയും കുറേ നോക്കണം കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ കഴിച്ചാലുണ്ടാവും. അടുപ്പിൽ നല്ലോണം തിരിച്ച് കത്തണോണ്ടാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. വടക്കൊക്കെ ഒരു വേഗം കരിയലുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ തിരിച്ചൊന്ന് കുറച്ച് വെച്ചിട്ടോ. ഇല്ലെങ്കിൽ ഇതിൻ്റെ പുറമെ വേഗം കളർ മാറിയായിട്ട് ഉള്ളിൽ വേകാതെ അങ്ങനെ ആയി കിട്ടുട്ടോ. അങ്ങനെ പിന്നെ ചുടുന്നതിനൊക്കെ ഞാൻ എൻ്റെ ബസ് ടെക്നിക്ക് തന്നെ ഇട്ടെടുത്തത്. ഈ ഹോട്ടലാരൊക്കെ വെച്ചേക്കാണ് ഉണ്ടാക്കൽ. ഓല കജ്ജമെന്നൊക്കെ കാണാം വേഗം കൊയിഞ്ഞാടുന്നു. ഓരോ ഒരു കൈ കൊണ്ട് തന്നെ പരിപാടിയൊക്കെ വേഗം കയ്യും ചെയ്യും. നമ്മളാണത് കുറേ ഇടങ്ങാറാകുന്നുണ്ട് കേട്ടോ.